ഇവിടെ വലിയൊരു കൂറ്റുണ്ടെന്ന് കേട്ടല്ലോ. ഫോൺ വാങ്ങി വെച്ചതിന്റെ പേരിൽ അധ്യാപകര് നേരെ വിദ്യാർത്ഥിയുടെ ഭീഷണി. ഞാൻ ദ്രോഹിക്കാനായിട്ട് തന്നെ വന്ന് കയറിയിരിക്കുകയാണ് അശൂലം. പാലക്കാട് ആനക്കര HSSലെ അധ്യാപകരെയാണ് ഭീഷണിപ്പെടുത്തിയത്. ഇയാളെ പറ്റി അങ്ങനെ ഒറ്റ വാചകത്തിൽ പറഞ്ഞ ശരിയാവില്ല, ഒരുപാട് പറയാനുണ്ട്. കീലേരി അച്ചുവേട്ടൻ എന്ത് ചെയ്യുന്നു? എന്തും ചെയ്യും. പോലീസിനും പട്ടാളത്തിനും ഞാനിന്നൊരു പേടി സ്വപ്നമാണ്. ഇവനൊരു എല്ല് കൂടുതലാണല്ലോ. ആരാടാ നീ? എനിക്ക് പുത്തരി നിലങ്ങളെ ഞാൻ പറയും ഇന്നതിന്റെ ഉള്ളിൽ സത്യം പറഞ്ഞ കാല് മടക്കി കരണത്തിട്ട് ഒരു തൊഴി വെച്ചു കൊടുക്കാൻ തോന്നി. സാറിന് എവിടെങ്കിലും പുറത്ത് കിട്ടിയ തീർക്കുനാണ്. എന്റെ ഈശ്വര, എന്ത് തോന്നിയ സവനി പറയുന്നേ? കൊന്നിട്ട് പറഞ്ഞ കൊന്നിടും. അധികം പറഞ്ഞ അരിഞ്ഞ് ഞാൻ ആ കാല് പട്ടിക്കിട്ട് കൊടുക്കും. കൊല്ലും കൊലയും കീലേരിക്ക് പുത്തരിയല്ലടാ. വാമൂടി നോക്കിക്കടാ. അല്ലെങ്കിൽ തന്നെ ഈ നാട്ടില് ആവശ്യത്തിന് പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ട്. നിന്റെ ഫോൺ കൊണ്ടോ? ഫോൺ കൊണ്ടോ? ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല. ഞാൻ ടേ എന്ന് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് ഓടിയിട്ട് വരാം. എന്നെ ഒന്ന് അനുഗ്രഹിച്ചേ. ആ മൊബൈൽ എടുക്കുക എന്നാണ് പറയുന്നത്. നിങ്ങൾ വീഡിയോ എന്തുവേണമെങ്കിലും റെക്കോർഡ് ചെയ്തോ, അതൊന്നും കുഴപ്പമില്ല, എനിക്കൊരു ശീലമുണ്ട് എന്നാണ് പറയുന്നത്. ഈ കുട്ടിക്ക് കാര്യമായ എന്തോ തകരാറുണ്ട്. ഷീ ഹാസ് സം സൈക്കാട്രിക് പ്രോബ്ലം. അല്പം കൂടെ തെളിച്ചു പറഞ്ഞാൽ ഭ്രാന്ത്. എന്തൊരു ദാഷ്ട്യം അല്ലെങ്കിൽ എന്തൊരു ഭീഷണിയാണ്. ഇങ്ങനൊരു അറാം മിടുക്കൻ ചെക്കനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. സാധാരണ കുട്ടികളല്ല, നമ്മൾ കുട്ടികൾ അപ്പുറത്ത് പോയിട്ട് യുവാക്കൾ പോലും ഇങ്ങനെ ഒരു മുതിർന്ന ഒരു അധ്യാപകനോടൊക്കെ സംസാരിക്കുമെന്ന് സംശയമാണ്. ഇവനൊക്കെ ഗുരുശാപം വാങ്ങി തട്ടിപ്പോണ എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. ഈ 16 വയസ്സ് എന്നതൊരു നിഷ്കളങ്ക പ്രായമായും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കരുതാൻ കഴിയില്ല. ഒരു കുട്ടിയാണ്, ബാലനാണെന്നൊന്നും കരുതാൻ പറ്റുന്ന സാഹചര്യമല്ല. അതാണെങ്കിൽ ഒരു അസൂര്യ വിത്ത് മേക്കാൻ പെടുന്ന പാടെ എനിക്കും ദൈവത്തിനും മാത്രം അറിയാം. ഈച്ചയ്ക്ക് വ്രണം കാട്ടരുത്, പിള്ളേർക്ക് മോണ കാട്ടരുത് എന്നൊക്കെ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് പിള്ളേരോട് അമിത വാത്സല്യം കാണിക്കരുത് എന്നർത്ഥം. ഇത്രയേറെ എല്ലാ വശങ്ങളോടും എക്സ്പോഷർ കിട്ടുന്ന കുട്ടികളാണ്. അപ്പൊ ഇത് പോലീസിൽ തന്നെ പരാതിപ്പെട്ട് അതിൻ്റെതായ രീതിയിൽ നടപടി എടുക്കേണ്ടതാണ്. അങ്ങനെ പോലീസിനെ വിളിക്കൊന്നും പറഞ്ഞ് വരട്ടൊന്നും വേണ്ട, അതൊക്കെ കുറെ കണ്ടവനാ ഞാൻ. അങ്കിൾ വേണേ ഒരു കേസ് ചാർജ് ചെയ്ത് 1-2 ആഴ്ചത്തേക്ക് പിന്നെ ലോക്കപ്പിൽ ഉരുട്ടിക്കോ. ഞങ്ങൾക്ക് എല്ലാവർക്കും അതൊരു ആശ്വാസമാകും. ഇങ്ങനെ കൊല വിളിക്കുന്ന ആള് കൊല്ലില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ. ആ പറഞ്ഞതായത് ശരി. സാർ എവനെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? അധ്യാപകരോട് കൊലവിളി നടത്തിയ വിദ്യാർത്ഥിയെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അടുത്ത ദിവസം ചേരുന്ന PTA മീറ്റിംഗിൽ തുടർ നടപടികൾ തീരുമാനിക്കും. ഇതൊരു ചെറിയ തുടക്കം മാത്രം, അത്രേ ഉള്ളൂ. അപ്പൊ പദ്ധതികൾ വേറെയും ഉണ്ടോ? ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വൈകുന്നേരം കാണാം.